ശബരിമല സാധാരണ ദേശീയ നേതാക്കള്, അതുപോലെ തന്നെ നമ്മുടെ ഭരണകർത്താക്കള് ഒക്കെ സാധാരണ വരാറുണ്ട്. ആദരണീയ സുപ്രീം കോടതി ജഡ്ജിമാർ ഒക്കെ ശബരിമല സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ഈ പാർലമെന്ററി കമ്മിറ്റിയാണ്. ബൂട്ടാ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർലമെന്ററി കമ്മിറ്റി അവിടെ വരികയുണ്ടായി. അവരവിടെ വലിയ ഫെസ്റ്റിവൽ സംബന്ധിച്ചുള്ള എല്ലാ അറേഞ്ച്മെന്റും പരിശോധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമലയിലും പമ്പയിലും ഒക്കെ കുറച്ച് ലാൻഡ് വികസനത്തിന് വേണ്ടി കുറച്ച് ഭൂമി അനുവദിച്ച് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പം ആദരണീയ രാഷ്ട്രപതി നമ്മുടെ ശബരിമല ദർശനത്തിൽ എത്തുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ നിശ്ചയിക്കുന്നത് ഈ രാഷ്ട്രപതിയുടെ തന്നെ അവരുടെ സുരക്ഷാ വിഭാഗമാണ്. അവർ മുൻകൂട്ടി ഇവിടെ എത്തി എല്ലാ സുരക്ഷാ പരിശോധനകളും നടത്തുന്നു. അവരുടെ യാത്രകൾ, അവരുടെ ദർശനം, അവരുടെ താമസം, അവരുടെ ഭക്ഷണം, ഇതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവന്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കുറേ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും അവരാവശ്യപ്പെടുന്ന സജ്ജീകരണങ്ങൾ ഈ വരുന്ന വിശിഷ്ട വ്യക്തികളുടെ നിയന്ത്രണം അല്ലെങ്കിൽ അവരുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന സമിതികൾ അല്ലെങ്കിൽ അതിനുള്ള വിഭാഗം നിർദ്ദേശിക്കുന്ന സൗകര്യങ്ങൾ ശബരിമലയിൽ ചെയ്തു കൊടുക്കുക എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതാണ് ചെയ്യുന്നത്. രാഷ്ട്രപതി ഒരു വിവാദത്തിന് വേണ്ടി വരുന്ന ആളല്ലല്ലോ. അത് നമ്മുടെ രാഷ്ട്രപതി അയ്യപ്പ ഭക്തയായി തീർത്ഥാടനത്തിന് വരുന്നു. അവർ സുഗമമായും സന്തോഷമായും സമാധാനപൂർവ്വം തീർത്ഥാടനം നടത്തിപ്പോകും. ഈ വിവാദങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഈ വിവാദങ്ങൾ അതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനകത്ത് നിൽക്കുന്ന ചില സംവിധാനങ്ങളാണ്. ഇതുള്ള ഈ സാധനങ്ങൾ കാണാതെ പോവുക, അതിൻ്റെ അന്വേഷണം നടക്കുക, അതൊക്കെ അതിൻ്റെ ഭാഗത്ത് നടന്നോളൂ. പക്ഷെ അതൊന്നും തന്നെ ഈ ഇത്തരത്തിലുള്ള വിശിഷ്ട വ്യക്തികളുടെ സഞ്ചാരത്തിലോ തീർത്ഥാടനത്തിലോ ഒരു തരത്തിലും ബാധിക്കാനിടയില്ല. അല്ല, അത് നമ്മൾ ആധികാരികമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഈ നിലനിൽക്കുന്ന പ്രസിഡന്റ് വന്ന ഒരു ഫെസ്റ്റിവലിൻ്റെ 3 ദിവസം മുമ്പാണ്. അതിന് മുൻ പ്രസിഡന്റ് വന്നതും ശബരിമല ഫെസ്റ്റിവൽ തുടങ്ങുന്ന മാസത്തിൽ 2, 3, 4 ദിവസം മുമ്പാണ്. അപ്പം ഫെസ്റ്റിവൽ അറേഞ്ച്മെന്റ്സ് ആസ് യൂഷ്വൽ അതിൻ്റെ ക്രമം അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. അവര് മാറുന്നത് കൊണ്ട്, ബോർഡ് മാറുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും 2 ദിവസം വൈകി വന്നതുകൊണ്ടോ ഫെസ്റ്റിവൽ അടുത്ത് വന്നതുകൊണ്ടോ അത് ഫെസ്റ്റിവലിനെ ഒന്നും ബാധിക്കാൻ യാതൊരു കാരണവശാലും സാധ്യമല്ല. കാരണം അത് കഴിഞ്ഞ് ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞ് പതുക്കെ അതിൻ്റെ അറേഞ്ച്മെന്റ് നടത്തുക, ലേലം നടത്തുക, ഇതൊക്കെ ദേവസ്വം കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്തു വയ്ക്കുന്ന നടപടികളാണ്. അപ്പം അത് മുൻപിരുന്ന ബോർഡും അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അവർ പോകുന്നു, അവർക്ക് പിൻഗാമികൾ വരുന്നു. അപ്പം അവരുടെ വരവും പോക്കുമായിട്ട് ബന്ധമില്ല. പിന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മെമ്പർമാരുടെയും പ്രസിഡന്റിന്റെയും കാലാവധി 2 വർഷമായിട്ട് നിശ്ചയിച്ചത് സ്റ്റാറ്റ്യൂട്ടറി നിയമമാണ്. അത് ഒന്നുകിൽ അസംബ്ലി ബില്ല് കൊണ്ടുവന്ന് ആക്റ്റിൽ അമെൻമെന്റ് വരണം, അല്ലെങ്കിൽ അസംബ്ലി ഇല്ലാത്ത ഘട്ടങ്ങളിലാണെങ്കിൽ മന്ത്രിസഭ കൂടി ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഇത് രണ്ടും ബഹുമാനപ്പെട്ട ഗവർണറുടെ അംഗീകാരം ആവശ്യമാണ്. അപ്പം അതിലെന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അതൊന്നും ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും അത് അങ്ങനെ നടന്നിട്ടുമുണ്ട്. പക്ഷെ അതിലൊന്നും ഇപ്പം ഇവര് ഇരിക്കുന്നത് കൊണ്ടോ പോകുന്നത് കൊണ്ടോ ഫെസ്റ്റിവലിനെ ബാധിക്കും എന്ന് പറയാൻ സാധിക്കില്ല. ഇതെല്ലാം ഫയലിൽ കിടക്കുന്ന ചില റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ഇതിനൊന്നും നമുക്ക് വ്യക്തമായ നിഗമനങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ ചിലപ്പോൾ ഒരു റിപ്പോർട്ട് അയക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുള്ള ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പം നടക്കുന്നത്. വ്യക്തമായ അന്വേഷണം നടത്തിയിട്ട് ഈ സംഭവം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി ഇത് പുറത്തേക്ക് കൊടുത്തയച്ചത് സംബന്ധിച്ചോ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി കൊടുത്തത് സംബന്ധിച്ചോ വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്, ആരാണ് ശിക്ഷിക്കപ്പെടുന്നതെന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല.
ഇപ്പൊ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവ് യഥാർത്ഥത്തിൽ ഈ അവസാനത്തെ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കർക്കശമായി 2023 കോടതി ഉത്തരവ് അവർക്ക് ബാധകമാണ്. പക്ഷേ അതിനു മുമ്പുള്ള ബോർഡിനെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ ഒരു കോടതി ഉത്തരവില്ല, ഒരു നിരോധന ഉത്തരവില്ല. ആ സാഹചര്യത്തിൽ അവർ ഡിപ്പാർട്ട്മെന്റിലായി നടപടിയെടുത്തു, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ പോയി. ഇതിനകത്ത് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അതിനകത്ത് അപകട സ്വഭാവം കാണും. ഇതൊക്കെ വിശദമായ അന്വേഷണത്തിൽ വരും. പക്ഷേ കോടതിയുടെ നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല പ്രവർത്തിക്കുന്നുണ്ട്, ഫെസ്റ്റിവൽ കാലത്ത് പ്രവർത്തിക്കുന്നത് മാത്രമല്ല, ഈ കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ നിരീക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ഈ ഉത്സവ കാലത്ത് മുഴുവൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റർമാർ ശബരിമല കൺകറന്റ് ഓഡിറ്റ് നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ ഇത് സ്വാഭാവികമായിട്ട് ശബരിമലയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറിയിക്കേണ്ടതോ അനിവാര്യമായിരുന്നു.